കോളേജ് ലൈഫിലൊക്കെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നോ കൂടെ? പിന്നെ കോളേജ് ലൈഫിൽ അതിനു മുമ്പ് അല്ല, ഞാൻ യുവാനിസിൽ ഒരു വർഷം KSU. ഡൽഹി ഞാൻ സ്റ്റീഫൻസി വന്നപ്പോൾ സ്റ്റീഫൻസി KSU എന്നുള്ളത് പൊളിറ്റിക്സ് ഇല്ല, ABP അങ്ങനെയൊന്നുമില്ല. അവിടെ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു രാഷ്ട്രീയമാണ്. അപ്പൊ ഞാൻ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ എല്ലാ പാർട്ടിപ്പെട്ടവരും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. സോ ഏത് അഫിലിയേഷൻ ഉള്ളവർ BJP ആണ്, CPM ആണ്, അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവിടെ. നമ്മൾ ഫ്രണ്ട്ലി ബേസിലുള്ള ഇലക്ഷനാണ്. അപ്പം ആ ഇലക്ഷന് എനിക്കൊരു 110 വോട്ടിന്റെ മാർജിൻ, എൻ്റെ 3 വർഷത്തെ ഏറ്റവും വലിയ മാർജിൻ അതായിരുന്നു. ഓക്കെ, ഈ മാർജിൻ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. പക്ഷെ എന്നാൽ ഈ മാർജിൻ കിട്ടുക എന്നുള്ള ഒരു മാതൃക എന്ന് പറയുന്ന ഒരു സാധനമല്ലോ, ഒരു സാധനം നമുക്ക് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണമല്ലോ, ബാക്കപ്പ് ഉണ്ടല്ലോ. ഈ ബാക്കപ്പ് ശരിക്കും അപ്പൻ്റെ കുറച്ചൊക്കെ കണ്ടുപിടിക്കുന്നതാണോ, അതല്ല കുഞ്ഞുനാൾ മുതലേ ഇത് കണ്ടിട്ടൊരു ശീലമൊക്കെ നമുക്ക് അതിന്റെ വേ ഓഫ് രീതി അറിയാം? ഞാൻ സത്യം സ്റ്റീവൻസി പോയപ്പം ഇലക്ഷൻ മത്സരിക്കണമെന്ന് ആലോചിച്ചതല്ല, നമ്മൾ പഠനം ബേസ് ചെയ്ത് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നാച്ചുറലി അവിടുത്തെ പൊളിറ്റിക്സിനോട് നമ്മളങ്ങ് ഇടപഴകി, നമ്മളങ്ങനെ അവിടുത്തെ പങ്കാളിയായി. പിന്നെ ശശി തരൂർ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. പുള്ളി ആകുമ്പോൾ നമുക്കൊരു ആഗ്രഹം, അദ്ദേഹത്തെ പോലെ നമുക്ക് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഇലക്ഷൻ മത്സരിച്ചു. അപ്പം അതേസമയം അപ്പയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, മെന്റലിയും ഒക്കെ പുള്ളി സപ്പോർട്ട് ചെയ്തു. അപ്പന് ഇഷ്ടമായിരുന്നോ മോൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും? അങ്ങനെ ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ല, അപ്പം ചോദിച്ചിട്ടില്ല. അല്ല, നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ചോയ്സ് തന്നിട്ടുണ്ട്. ഒരാളെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല, സ്റ്റോപ്പ് ചെയ്തിട്ടുമില്ല, ഇതുമില്ല. പക്ഷെ പിന്തുണച്ചോന്ന് ചോദിച്ചാൽ പിന്തുണയ്ക്കേണ്ട ചില സാഹചര്യം പിന്തുണച്ചിട്ടില്ല. ഒരു ഐഡിയോളജി ഉണ്ട് അദ്ദേഹത്തിന്, ആ ഐഡിയോളജി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ദാറ്റ് വാസ് വെരി ഷുവർ. അപ്പം ദേഷ്യപ്പെടുവോ? വളരെ റെയറായിട്ട് മാത്രമേ. അപ്പം നേരത്തെ കാര്യം മുൻകൂട്ടി എല്ലാം പറഞ്ഞു തരും? ചില കാര്യങ്ങൾ പറഞ്ഞു തരും, എല്ലാ കാര്യങ്ങളും പറയല. ഓക്കെ, അതെല്ലാം നമ്മൾ അദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഈ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവെ സാർ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പൊ പൊതുവേ ഒരു വിവാദം എന്നാന്ന് വെച്ചാൽ അപ്പനെ പോലെ മാനറിസംസ്, അപ്പനെ പോലെ മുടി, അപ്പനെ പോലെ എല്ലാം ചെയ്യുക, അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കയറി അങ്ങനെയൊക്കെ പറയുന്നില്ലുണ്ടായിരുന്നേ. അന്നേരം അത് ഞാൻ ചോദിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കെയല്ലോ. കാര്യം നമ്മൾ ഈ ജനിക്കുമ്പോഴേ അപ്പനെ ഇങ്ങനെ കാണുക, അപ്പന് ചുറ്റും രാഷ്ട്രീയം തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എത്രയായാലും കുറച്ചൊക്കെ നമുക്കും ഇൻസ്പയർഡ് ആവുമല്ലോ അപ്പനെ. 100%. നമ്മളിപ്പം ഞാൻ 2 വ്യക്തികളെ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ. ഒന്ന് രാജീവ് ഗാന്ധി, 2 എൻ്റെ ഫാദർ തന്നെയാണ്. അപ്പം പക്ഷെ ഫാദർ മുടിയിടുന്ന, എൻ്റെ മുടി ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അദ്ദേഹം ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഞാൻ താടി വെക്കുന്നുണ്ട്, അദ്ദേഹം വെച്ചിട്ടില്ല. അത് ഒരിക്കലും വെച്ചിട്ടില്ല. ഞാൻ തല മുട്ടയടിച്ചൊക്കെ പലതവണ മുട്ടയടിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുമില്ല. അപ്പൊ എനിക്ക് എന്റേതായ സ്റ്റൈലുണ്ട്. പക്ഷെ അതിനെ ഇപ്പം എന്ത് ചെയ്താലും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂട്ടിയിണക്കി വരുമല്ലോ. അപ്പന്റെ പേര് വരുന്നത് തിരിച്ചിട്ടു, അപ്പന്റെ പേരായിട്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അത് ഇതിന് വേണ്ടിയാണ്, അങ്ങനെയൊക്കെ ഒരു ചുമ്മാ ഒരു വർത്താനം വരും. എന്റെ ഫാദറിന് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരാ. അത് കേട്ടിട്ടുണ്ട്. എന്റെ ഫാദറിന് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം MLC ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് വന്നിരിക്കണേ. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ മാത്രമായിരുന്നു. അപ്പൊ ഈ 2 പേരും കൂടെ ചേർത്ത് അദ്ദേഹത്തിന്റെ, എന്റെ പിതാവിന്റെ പേര് വരുന്നത്. എനിക്ക് വരുന്നത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ, എന്റെ ഫാദറിന്റെയും. അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പത്തെ നമ്മൾ വളർന്നു വരുന്ന ജനറേഷൻ ഇപ്പം എന്നെ ഇങ്ങനെ പേര് കിട്ടെ, അങ്ങനെയൊക്കെ ഒരു ചോദ്യം അപ്പനോട് ചോദിക്കുകയല്ലേ? അതായത് ചോദിക്കാൻ ആളെ കാണണ്ടേ? അപ്പനെ കിട്ടിയ ഞാൻ 2ാമത്തെ വയസ്സിലാണ് പരിചയപ്പെടുന്നത് അപ്പനെ. അതെ, പനിയായിട്ട് ഹർത്താൽ ദിവസം വന്നു, പനിയും വന്നു. അന്ന് വീട്ടിൽ അദ്ദേഹം കിടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരാളുടെ അടുത്ത് എന്തോ ചോദിക്കാൻ, അദ്ദേഹം സംസാരിക്കത്തുമില്ല. ഏതാ ഈ നാട്ടുകാരോട് മുഴുവൻ വർത്താനം പറഞ്ഞ് അവർക്കൊക്കെ സമാധാനം കൊടുക്കുന്ന ഈ വലിയൊരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ അധികം മിണ്ടുകയല്ലെന്ന് പറഞ്ഞാൽ സംസാരിക്കാനായിരുന്നു. വളരെ പിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കും, പക്ഷെ വളരെ കുറച്ചാണ് സംസാരം. ഈ ഞങ്ങള് അദ്ദേഹത്തിന്റെ ചില ക്വാളിറ്റീസ് ഞാൻ നോട്ട് ചെയ്തത് ഞാൻ 8ാം ക്ലാസ്സിലുള്ളപ്പോഴാണ്. ഞങ്ങൾ 3 പേര്, എൻ്റെ അമ്മയും ഞാനും അപ്പയും കൂടെ അമേരിക്കയിൽ പോയി. അദ്ദേഹം ഫൊക്കാനയ്ക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് ഫൊക്കാനയ്ക്ക് പോയതാണ്. അങ്ങനെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത്. പുള്ളി വണ്ടി കയറി അപ്പം ഉറങ്ങും. ഞാൻ ലോങ് ഡിസ്റ്റൻസ്, അത് ന്യൂയോർക്കിൽ നിന്ന് റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലം വരെ എൻ്റെ കാറിൽ പോവാണ്. ഞാൻ ശ്രദ്ധിച്ചു, വണ്ടി കയറി ആ സെക്കൻഡ് ഉറങ്ങും. ഭയങ്കര അത് അങ്ങനെ അദ്ദേഹം സർവ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഉറങ്ങുന്നില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങണേ, വണ്ടിയിൽ ഇരുന്നാണ് ബാക്കിയുള്ള ഉറക്കം. അയ്യോ കഷ്ടമേ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ.